റാന്നി അട്ടത്തോടിലെ വിദ്യാർത്ഥികളെ ചേർത്തുപിടിച്ച LDF ഗവൺമെന്റ്. അട്ടത്തോട് ട്രൈബൽ LP സ്കൂളിൽ ആധുനിക സൗകര്യത്തോടുകൂടി പണിത പുതിയ കെട്ടിടത്തിന്റെ ശിലാഫലക അനാച്ഛാദനം പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. 3 കോടി രൂപ മുടക്കിയാണ് സ്കൂളിൽ ആധുനിക സൗകര്യത്തോടുകൂടിയ കെട്ടിടം നിർമ്മിച്ചത്. ഏറെ സന്തോഷത്തോടെയാണ് കുരുന്നുകൾ അവരുടെ പ്രിയപ്പെട്ട മന്ത്രിയെ സ്കൂളിലേക്ക് ആനയിച്ചത്. ഇന്ന് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇവിടെയുള്ള ആളുകളെല്ലാം വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് ഇവിടെ ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത് കാണാനുള്ള ഒരു ആദിവാസി കുട്ടികൾക്ക് വേണ്ടി ഇത്രയും നല്ലൊരു സ്കൂൾ പണിതല്ലോ. അപ്പോൾ ആ സ്കൂൾ പണിയുന്നതിന് വേണ്ടി നേതൃത്വമായ പങ്കുവഹിച്ച് നമ്മുടെ MLA പ്രമോദ് നാരായണൻ, അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട എല്ലാ ആളും. സ്കൂളിന്റെ വികസനത്തെക്കുറിച്ച് സ്ഥലം MLA പ്രമോദ് നാരായണൻ പറയുന്നത് ഇങ്ങനെ: തലേന്ന് രാത്രിയിലെത്തിയ പുലിയുടെ കാൽനഹപ്പാടുകളാണ് അധ്യാപകർ കാട്ടിത്തന്നത്. അത്തരമൊരു വിദ്യാലയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോൾ അത് പോരാ, ഏറ്റവും മെച്ചപ്പെട്ട ഒരു വിദ്യാലയം ആദിവാസി വിഭാഗത്തിലെ കുഞ്ഞുങ്ങൾക്ക്, സാധാരണക്കാരുടെ മക്കൾക്ക് അറിവിന്റെ പ്രകാശക്കടവുകളിലേക്കുള്ള യാത്രയ്ക്കായി എല്ലാ ആധുനിക സൗകര്യമുള്ള ഒരു കെട്ടിടമുണ്ടാകണം. അതൊരു മനോഹരമായ വിദ്യാലയമാകണം എന്നത് MLA എന്ന നിലയിൽ ഒരു ദൗത്യമായി ഏറ്റെടുക്കുകയായിരുന്നു. വനം വകുപ്പ് വിട്ടു നൽകിയ ഭൂമിയിൽ 3 കോടി രൂപ മുടക്കിയാണ് അട്ടത്തോടിലെ ട്രൈബൽ LP സ്കൂൾ പുനർനിർമ്മിച്ചിരിക്കുന്നത്. സന്തോഷമുണ്ട്. ശിലാഫലക അനാച്ഛാദന ചടങ്ങിൽ കോന്നി MLA ജനീഷ് കുമാർ, പെരുനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS മോഹനൻ, IG സ്പർജൻ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.